അപ്പോൾ ഞാൻ ആ റീൽസുകൾക്ക് വേണ്ടിയിട്ടുള്ള ആത്മഹത്യയുടെ റീൽസുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക റെക്കോർഡിങ്സുകളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇത് ചെയ്യാനായിട്ടില്ല കേട്ടോ, അപ്ലോഡ് ചെയ്യാനായിട്ടില്ല. മറ്റേ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആത്മഹത്യയുടെ ഉത്തരവാദിത്വം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട സംഭവം തന്നെയാണ് ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും പൂർണ്ണമായ ഉത്തരവാദിത്വം. ഇത് സാമൂഹിക വ്യവസ്ഥയിൽ നടക്കുന്ന സംഭവമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ, കാരണം ഇന്നിപ്പോൾ കേരളം കടത്തിലാണ്, ഇന്ത്യ കടത്തിലാണ്, എങ്ങനെ മറ്റു രാജ്യങ്ങളുമായിട്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം പ്രകാരം ഓരോ വ്യക്തിയും മരണപ്പെടുമ്പോൾ മറ്റു വ്യക്തികൾക്ക്, മരണപ്പെടാത്ത വ്യക്തികൾക്ക് വരുന്ന നഷ്ടം ചെറുതല്ല. ഇന്ന് കേരളത്തിൻ്റെ പൊതു കടം പ്രകാരം കേരളത്തിന് പറയാനുള്ളത്, കേരളത്തിന് ഇന്നും കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് ബേസ് ചെയ്തിട്ട് ആണ് ഇന്ന് ഈ കേരളത്തിൽ ഇത്രയും വികസനങ്ങളൊക്കെ ആയത്. അതായത് നാഷണൽ ഹൈവേ, റോഡ്, വലിയ വലിയ സംവിധാനങ്ങൾ, പറഞ്ഞ പോലെ വൈദ്യുതി, മറ്റ് സംവിധാനങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പല സംവിധാനങ്ങളും ഇന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നമ്മൾ കേരള ജനത പിരിച്ചെടുത്ത് കിട്ടിയ ടാക്സിൻ്റെ നല്ലൊരു ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വന്ന് ഫുൾ സിസ്റ്റമാറ്റിക്കാണ്. അപ്പോൾ ഈ ഓരോ വ്യക്തി മരണപ്പെടും തോറും മറ്റുള്ള വ്യക്തികൾക്ക് ഉത്തരവാദിത്വം കൂടുതൽ. എങ്ങനെയെന്നല്ലേ? അപ്പോൾ അതായത് പ്രാർത്ഥിച്ചോ, ഞാൻ അതിൻ്റെ ഒരു യഥാർത്ഥ റിയൽ മെക്കാനിസം പറഞ്ഞുതരാം. അതായത് 3-3.5 കോടി ജനങ്ങളാണ് നമ്മളിലുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തും കൊലപാതകം ചെയ്തും ആളുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്വം കൂടുകയാണ്, ഭാരം കൂടുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ കേരളത്തിൽ ജീവിക്കാനുള്ള ഭാരം കൂടും. അതായത് ഇപ്പോൾ നിലവിൽ കേരളം കടം വാങ്ങി, കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ഇവിടെ ഇന്ന് ഈ കണ്ട കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഈ കെട്ടിപ്പടുത്തിട്ടുള്ള പല പല സംഭവ വികാസങ്ങളുടെയും പൂർണ്ണമായ തിരിച്ചടവ് ഒരു ഭാഗം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ വ്യക്തികളുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ 3-3.5 കോടി ജനങ്ങളിൽ നിന്നും ഓരോരുത്തർ ഇല്ലാതെയാവുമ്പോൾ കേരളത്തിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജനനം നടക്കുന്നുണ്ട്, മരണം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു യുവാവോ യുവതിയോ ആയി ആ ഒരു വ്യക്തി ശരിയായ രീതിയിൽ ജീവിച്ച് കാണിച്ചുകൊണ്ടിരിക്കെ അവർ അടയ്ക്കുന്ന ടാക്സ്, ഈ ടാക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ശരിയായ രീതിയിലുള്ള മൂവ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റ്, അപ്പോൾ ഞാൻ ഈ ആത്മഹത്യാ വിഷയം വ്യതിചലിപ്പിച്ചിട്ട് വേറൊരു ഇതിലേക്ക് പോവല്ല, പക്ഷെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതായത് ഓരോ സമൂഹത്തിലും നമ്മൾ ഓരോ വ്യക്തികൾക്കും ഇത് വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഇത് കാണാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉണ്ടായിരിക്കും, മതി. അത്ര ആളുകൾ മാത്രം ഇത് മനസ്സിലാക്കിയാൽ മതി. അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനടക്കം ആ ഒരു വ്യക്തി മരണപ്പെട്ടതിൻ്റെയും ഈ ഒരു വ്യക്തിയിലേക്ക് ഈ കുറ്റം ആരോപിക്കപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്വം ഞാനടക്കം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി ഇത് ഇങ്ങനെയാണെങ്കിൽ, കേരളത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥിതി വേറെയാണ്. കാരണം പൊതുരാജ്യത്തിൻ്റെ കടം, ആഗോള കടം, ഇത് കൃത്യമായ കണക്ക് ഞാൻ നോക്കിയിട്ടല്ല, പക്ഷെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 ചില്ലാൻ രൂപയോ അങ്ങനെ എന്തോ ആണ് ഒരു തലയ്ക്ക് കടം വരുന്നത്, ഒരു തലയ്ക്ക്. അപ്പോൾ ഈ ഒരു തലയ്ക്ക്, അതായത് ഇപ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു, ആ വ്യക്തിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് 18 വയസ്സിന് ശേഷമാണോ ഇതിന് കണക്കെടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ വ്യക്തിയുടെ കണക്ക് പ്രകാരം ഈ കൊടുക്കാനുള്ള, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കൊടുക്കാനുള്ള കടത്തിലേക്കും അതേപോലെ നമ്മുടെ കേന്ദ്രം വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുക്കാനുള്ള പൊതുകടത്തിലേക്ക്, ജപ്പാൻ, ഇത് കുറേ രാജ്യങ്ങളിൽ നിന്നൊക്കെ കടം എടുത്തിട്ടാണ് നമ്മുടെ ഈ ഇന്ത്യ ഇന്ന് ഇങ്ങനെ വികസിച്ച് വളരെ മുൻപന്തിയിൽ വികസ്വര രാജ്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വികസ്വര രാജ്യത്തിന് വികസിത രാജ്യത്തെ വികസ്വര രാജ്യമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വികസനം പൂർത്തിയാക്കിയ രാജ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലെ പരിശ്രമത്തിനിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ പല പല അഭിപ്രായങ്ങളും പല പല കാരണങ്ങളും കാരണം ഈ പറഞ്ഞ പോലെ എന്ത് കാരണമായിക്കോട്ടെ,
പല കാരണങ്ങളായിരിക്കാം. അതൊന്നുകിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും യുവതിയോ യുവാവോ എടുക്കുന്ന വീഡിയോന്റെ കാരണമായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നുള്ള ചീത്തയുടെ കാരണമായിരിക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഒരു ആത്മഹത്യാ ശ്രമത്തെ പറ്റി പറഞ്ഞില്ല, അത് അപമാനത്തിന്റെ ഈഗോഷിപ്പ് കാരണമായിരിക്കും. ഈഗോ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയാണ് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഈഗോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഉണ്ടായ ആ ഒരു സംഭവത്തെ പറ്റി ഞാൻ കുറച്ച് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പൊതുകടത്തിന്റെ ഉത്തരവാദിത്തത്തിനെ പറ്റിയിട്ട് പറയാം. ഈ ഉത്തരവാദിത്തം ഓരോ വ്യക്തികളും മരണപ്പെടുമ്പോൾ അതിന്റെ ഓരോരുത്തർക്കാണ് ഉത്തരവാദിത്തം വരുന്നത്. കാരണം ആ വ്യക്തി പുനർജനിക്കും എന്നുള്ളത് സത്യമാണ്. അത് കേരളത്തിൽ തന്നെയാണോ, നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെയാണോ, വിദേശ രാജ്യത്താണോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അത് എത്ര കാലത്തിന് ശേഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ജനിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല, പുനർജനിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഗതി കിട്ടാതെ അലയുന്ന വർഷങ്ങളോളം ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളായിട്ട് മുന്നോട്ട് പോവോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുണ്ടല്ലോ സംവിധാനങ്ങളുണ്ടല്ലോ. നമ്മള് പറഞ്ഞ പോലെ യമൻ കാലോരിക്ക് കൊണ്ടുപോയ പോലെ നരകത്തിലേക്ക് കൊണ്ടുപോയോ എന്ന് പറയാൻ പറ്റില്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പുനർജനിക്കുന്നത് ഇവിടെ തന്നെയാണോ എന്നും പറയാൻ പറ്റില്ല, കൊണ്ടുപോയോ എന്നും പറയാൻ പറ്റില്ല, ഈ അലഞ്ഞു നടക്കുകയാണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള വ്യക്തികളുടെ ആത്മാവിനെ പറ്റിയിട്ട് നമുക്ക് ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല. എനിക്കും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല, രാഷ്ട്രപതിക്ക് പറയാൻ പറ്റില്ല, അമേരിക്കൻ പ്രസിഡന്റിന് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല, ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ വേണ്ട. അപ്പൊ നിലവിലുള്ള ജീവനോടിരിക്കുന്ന നമ്മുടെ ഈ സംവിധാനം വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഒരു സംഭവം നോക്കുകയാണെങ്കിൽ, ഓരോ വ്യക്തികളും മരണപ്പെടും തോറും കാലം കൂടി മരണപ്പെടുന്നതിന് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല, അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. കാലമെത്താതെ മരണപ്പെടുന്ന ഓരോ സംഭവ വികാസങ്ങൾക്കും ഉത്തരവാദികളായിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് ശരിയായ രീതിയിൽ, ഇതിന് ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ: പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ നമുക്ക് മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ എന്നിരുന്നാലും ചെയ്യേണ്ടവർ ചെയ്യുക തന്നെ ചെയ്യും. കൊലപാതകം ചെയ്യേണ്ടവർ കൊലപാതകം ചെയ്യും, ആത്മഹത്യ ചെയ്യേണ്ടവർ ആത്മഹത്യ ചെയ്യും. പക്ഷെ ഓരോ വ്യക്തികളിൽ നിന്നുള്ള ഈ 3-3.5 കോടി ജനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ഇതിന്റെ പ്രേരണ, അതായത് ഒരു വ്യക്തികൾക്ക് ആത്മഹത്യ ചെയ്യാനോ കൊലപാതകം ചെയ്യാനോ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യം പ്രതികൂലമാക്കി കൊടുക്കും. അതിനുള്ള സംവിധാനങ്ങൾ, സിസ്റ്റങ്ങൾ ഒക്കെ മാറ്റിമറിക്കും. അത് എവിടെ, എങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിൽ ചെയ്യേണ്ടതെന്നുള്ളത് അതാത് കുടുംബങ്ങളിൽ. ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കാണുന്നതിൽ ഏതൊക്കെ കുടുംബസ്ഥന്മാരുണ്ടോ, അതല്ല എൻ്റെ ഏജിൽ വളരെ ഫ്രീ ആയി നടക്കുന്നവരാണോ അല്ല, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതൊരു എൻ്റെ അറിവ്, എൻ്റെ അനുഭവങ്ങൾ വെച്ച് പറയണം. എനിക്ക് ഒരു കുറവുമില്ലാത്ത സമയത്ത്, ഒന്നിനും ഒരു കുറവുമില്ലാത്ത സമയത്താണ് ഞാനൊരു തവണ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത്. ഒന്നിനൊരു കുറവില്ല. അതായത് എനിക്ക് അന്ന് അധ്വാനിക്കേണ്ട മീൻസ് വീട്ടിലേക്ക് അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് വേണ്ട, കാരണം ഒക്കെ കറക്റ്റ് നേരത്തിന് 3 നേരം ഭക്ഷണം, ഈ പറഞ്ഞ പോലെ വസ്ത്രം, സ്കൂളിലേക്ക് പോകാൻ ബാഗ്, ജോമെട്രി ബോക്സ് ആണെങ്കിൽ അത് ഇത് എല്ലാ സംവിധാനവും, വീട്ടില് TV, എല്ലാ സംവിധാനവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാൻ ഇടയുണ്ടായിട്ടുള്ള ആ ഒരു മണ്ടത്തരം, അങ്ങനെ തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നുള്ളൂ. കാരണം അത്രയും വാല്യൂഡ് ആയിട്ടുള്ള സംഭവമാണ് ഇന്ന് ഈ ശരീരത്തെ ഞാൻ ഇന്ന് കാണുന്നത്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വർക്ക് ചെയ്യുന്നതിന് ഞാൻ ഇന്ന് പറഞ്ഞാൽ സ്തുതിക്കുകയാണ്. ദൈവത്തിനോട് സ്തുതിക്കും, ഈ പറഞ്ഞ പോലെ ഞാൻ എന്നോട് തന്നെ സ്തുതിക്കും, എന്നോട് തന്നെ ഞാൻ നന്ദി പറയും. ആദ്യം ഞാൻ എന്നോട് നന്ദി പറയും. കാരണം പിന്നെ എൻ്റെ സിസ്റ്റങ്ങളോട്, എനിക്ക് ഇന്ന് അനുഭവങ്ങൾ തന്ന സിസ്റ്റങ്ങളോട് ഞാൻ നന്ദി പറയും. എനിക്ക് അന്ന് ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉണ്ടായ പല സാഹചര്യങ്ങളും ഞാൻ പറഞ്ഞു. ഒന്ന്, എനിക്ക് ഒരുപാട് കളിയാക്കലുകൾ വീട്ടിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ അമിതഭാരം,
മീൻസ് പഠനത്തിനോടുള്ളത്, അതേപോലെ തന്നെ സ്കൂളുകളിൽ നിന്നുള്ള അമിതഭാരം, ഇതൊക്കെ കൂടെ വന്നിട്ട് നമ്മുടെ തലച്ചോറിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആത്മാവ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. അത് പക്ഷെ നടന്നില്ല. പക്ഷെ ഇന്ന് ഞാനത് സ്തുതിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ റിസ്ക് ആണ്. ആർക്ക്? നോർമലി ഏതൊരു വ്യക്തിക്കും റിസ്ക് ആണ്. ആത്മഹത്യ ചെയ്ത് അതിന് ശേഷം ഞാൻ അനവധി തവണ ആത്മഹത്യ ചിന്ത സംഭവിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇപ്പോഴും ഇനി ഒരു വലിയ സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയൊന്നുമില്ല. പക്ഷെ അതൊരു വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിനോടുകൂടി നിങ്ങൾ എന്നോടും പറയുന്ന ഒരവസ്ഥ. കാരണം വേറൊരു സ്ട്രെസ് സിറ്റുവേഷൻ വന്ന് ഇതുപോലെ ആരെങ്കിലും എന്നെ കാണുകയാണ്, എന്താണ് എന്ത് പറ്റി, പഴയ ആ ഒരു എനർജി ഒന്നും ഇല്ലല്ലോ, നീ ശ്രദ്ധിക്കിട്ടോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ആശ്വാസവാക്കുകൾ. കാരണം ഇന്ന് ഞാൻ ഈ പറയുന്ന ഇതേ സിറ്റുവേഷൻ തന്നെ നാളെ സംഭവിച്ചോളണമെന്നൊന്നുമില്ല, പറയാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിലവിൽ ഓൾറെഡി ക്രിമിനൽ കേസിൽ പ്രതിയാണല്ലോ ഞാൻ. പൊതുജനങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന്റെ പേരിൽ വന്ന ആ കേസിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാരണത്താൽ എനിക്ക് ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങൾ വീണ്ടും നേരിടേണ്ടി വന്നാൽ, നീതി കിട്ടിയിട്ടില്ലെങ്കിൽ, കാരണം ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഇത് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നത്. എന്നിട്ടും എനിക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അന്ന് ഇനിയൊരു സാഹചര്യം എന്താകും എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ഇന്ന് ഈ സിസ്റ്റത്തിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ആത്മഹത്യാ ശ്രമം ഞാൻ ചെയ്യരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ വ്യക്തികൾ ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും കർമ്മം കാരണം വേറൊരാൾക്ക് ഇതിനെ കൊലപാതകം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അത് ഞാൻ തന്നെ പ്രാർത്ഥിക്കണം. കാരണം എനിക്കിന്ന് ശത്രുക്കൾ അനവധി ശത്രുക്കളാണ്. ഒന്ന് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ, അതുപോലെ വീട്ടിലുള്ളവര്, അങ്ങനെ പല 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 വിധത്തിലുള്ള ശത്രുതകൾ. എല്ലാവർക്കും ശത്രുക്കളുണ്ടാവും. മിത്രങ്ങളും അതുപോലെ ഉണ്ടാവും. എപ്പോഴാണ് ശത്രു ആവണമെന്ന് വെച്ചാല് വളരെ നല്ലൊരു മിത്രമാണ് ശരിയായ രീതിയിലുള്ള ശത്രു ആവാൻ കഴിയുക. വളരെ നല്ലൊരു മിത്രമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ. കാരണം വളരെ നല്ലതായിട്ട് ഞാൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും എന്ന് പറഞ്ഞാല് ഒരു 70-75% തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും സംഭവത്തിനിടയ്ക്ക് ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയതും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ട് തമാശ രീതിയിലൊക്കെ പറഞ്ഞ് ആളിനെ രസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി എനിക്കെതിരെ നീങ്ങി. ശരിക്കും അന്നൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ, അതേപോലെ അമ്മ, പെങ്ങള്, ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറി വരേണ്ടി വരും. ഇതിനേക്കാളും നല്ലത് എങ്ങനെയെങ്കിലും ഇതൊക്കെ നശിപ്പിച്ച് അവൾക്കെതിരെ എഴുതി നശിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നും അവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവൂലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള സംഭവമാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. ഇനിയിപ്പോ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ കാര്യങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീക്കെതിരെ നമ്മുടെ വീഡിയോ എടുത്ത ആ ഒരു സ്ത്രീക്കെതിരെ കേസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അവർ പൊളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. അവർ ജീവിതത്തിൽ നിന്നേ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ജീവനാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിന് 2 ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതിന്റെ പ്രധാന ഉത്തരവാദിത്വം സാമൂഹ്യ വ്യവസ്ഥിതിക്ക് തന്നെയാണ്. ഞാൻ സെക്കൻഡ് വീഡിയോയിൽ പറഞ്ഞതുപോലെ, പിന്നെ ഒരു 2-3 റീൽസുകളിൽ പറഞ്ഞതുപോലെ, ആത്മഹത്യക്കും കൊലപാതകത്തിനും പ്രധാന ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഞാനടക്കമുള്ള നമ്മുടെ സമൂഹം തന്നെയാണ്. ഈ സമൂഹത്തിൽ നമുക്കിതിൽ എങ്ങനെ മാറ്റം വരുത്താം എന്ന് ചോദിച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റം വരുത്താം. ഒന്ന്, പ്രധാനമായിട്ടും നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെയാണ്. അതിൽ പുറമെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ കണ്ണടയ്ക്കേണ്ടടുത്ത് കണ്ണടയ്ക്കുക തന്നെ വേണം. എങ്ങാണ്ടോ മരണപ്പെട്ട ഒരു വ്യക്തി ഏതോ സ്ഥലത്ത് ഞാൻ കണ്ടിട്ട് പോലുമില്ല, എനിക്ക് ആ സ്ഥലം അറിയില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതോ ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് നേരിട്ടറിയില്ല. ആ ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം ഒരു 1/2 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ
നോർമലി ഞാൻ ആകെ വളരെ കുറഞ്ഞ സമയം ഇതിൻ്റെ ന്യൂസുകൾ വായിച്ചറിവ് മാത്രമേ ഉള്ളൂ. വീഡിയോ, ചെറിയൊരു വീഡിയോ, വളരെ കുറഞ്ഞ വീഡിയോ ഉള്ളൂ, അതിൻ്റെ കണ്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും സമയം ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും ഇതിനെപ്പറ്റി എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. 3-3.5 കോടി ജനങ്ങളിൽ അരമണിക്കൂർ വീതം ഈ ഒരു ആത്മഹത്യ, 3.5 കോടി ജനങ്ങളിൽ നമുക്കൊരു 1.5 കോടി ജനങ്ങളെ കുട്ടികളാക്കി വിടുക. ബാക്കി 1.5 കോടി ജനങ്ങൾ അരമണിക്കൂർ വീതം ഈ ഒരു വ്യക്തിയുടെ ആത്മഹത്യയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്തയുടെ പ്രഭാവം ചെറുതൊന്നുമല്ല, നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്നത്. ആ ചിന്തയുടെ പ്രഭാവം, അതിനു വേണ്ടിയുള്ള നമ്മളുടെ ഓരോ പെരുമാറ്റങ്ങൾ, ചിന്തയുടെ പ്രഭാവം. ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥത്തിന്റെ പവർ വേറെ തന്നെയാണ്. അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായിട്ടുള്ള മനസ്സിലാക്കണം. അത് എല്ലാവർക്കും തെളിവ് നൽകി തരാൻ കഴിയാത്ത വിഷയമായതുകൊണ്ട് തൽക്കാലം നമുക്ക് അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു നെഗറ്റീവ് കാര്യം നടന്നതിൻ്റെ പേരിൽ നമ്മൾ 1.5 കോടി, ഞാൻ പെടുത്തിട്ടുള്ള 1.5 കോടി ജനങ്ങൾ വാർത്ത വായിച്ചിട്ടും വാർത്ത കണ്ടിട്ടും നമ്മുടെ വാർത്താ ചാനലുകൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും നേടിക്കൊടുത്ത കോടികൾ, അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. നെഗറ്റീവ് ന്യൂസുകൾ ചെറിയ രീതിയിൽ മാത്രം കാണണ്ട, അറിയണ്ട എന്ന് ഒരു കാരണവശാലും പറയുന്നില്ല. അറിയേണ്ടത് തന്നെയാണ്, കാണേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ പിറകെ പോകുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും, ഞാനടക്കമുള്ള ഓരോ വ്യക്തികൾക്കും അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് മാക്സിമം മരണനിരക്ക് കുറയ്ക്കാനൊന്നും ഒരാളെ കൊണ്ട് സാധിക്കില്ല. മരിക്കാനുള്ളവർ മരിക്കുക തന്നെ ചെയ്യും, ജനിക്കാനുള്ളവർ ജനിക്കുക തന്നെ ചെയ്യും. അവരവരുടെ ചുറ്റുപാടുകൾ, അവിടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കി ജീവിക്കുന്ന പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും ഈ ഒരു പ്രഭാവം വല്ലാതെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കില്ല. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി അവിടെ എന്ത് നടന്നു, ഇവിടെ എന്ത് നടന്നു, അതിനാസ്പദമാക്കി. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ ഒരു പ്രധാന ഉത്തരവാദി ഞാൻ തന്നെയായിരുന്നു. അതിന് ഒരു പ്രധാന കാരണക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റുപാടിൽ, അന്നത്തെ കാലത്ത് അതിൻ്റെ ചുറ്റുപാടിലും എനിക്ക് ഏർപ്പെടുത്തി തന്ന ആ ഒരു സിസ്റ്റമായിരുന്നു. ഞാനൊരു ആത്മഹത്യാ ശ്രമം നടത്തിയ സമയത്ത് എന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതും ഇതേ ആളുകളിൽ നിന്നുള്ള, വ്യക്തികളിൽ നിന്നുള്ള വേറൊരു സിസ്റ്റമായിരുന്നു. മീൻസ് അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ വേറെ തന്നെ റീലുകൾ ചെയ്യണം, അത് നമുക്ക് ചെയ്യാം, ഭാവിയിൽ ചെയ്യാം. അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മുടെ കടത്തിന്റെ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തോ. ആ പൊതുകടം ഇനി ഇതുപോലെ ഇപ്പൊ നമ്മൾ ഒരു 1.5 കോടി നമ്മളെ ഗവൺമെന്റിന് വരുമാനം കൊടുക്കുന്ന വ്യക്തികളുണ്ടെന്ന് തന്നെ വയ്ക്കാം. ചില സമയത്ത് ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചില സമയത്ത് വ്യതിചലിച്ചു പോകുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഞാനിത് റീൽസ് ആക്കി ചെയ്താൽ ഒന്നും കംപ്ലീറ്റ് ആവില്ല. ഒരു വിഷയവും റീൽസ് ആക്കി ചെയ്താൽ കംപ്ലീറ്റ് ആവില്ല. വീഡിയോസ് തന്നെ ചെയ്യണം. വീഡിയോസ് മീൻസ് ഇതുപോലെ ഒഴുക്കമട്ടിലുള്ള വീഡിയോസ് ചെയ്യണം. ഈ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്തം അവരവർക്ക് സാധിക്കുന്ന വിധത്തിൽ, ഏതേത് മതത്തിലുള്ളവരാണോ ജാതിയിലുള്ളവരാണോ എന്തോ ആവട്ടെ, എല്ലാവരും ഗർഭപാത്രത്തിൽ കുറച്ചു കാലം ഈ പറഞ്ഞ ബീജത്തിന്റെ ഒരംശം, ഈ സ്ത്രീയാണെങ്കിൽ, ഞാൻ സ്ത്രീയാണ് എന്ന് നടിക്കുന്നവരാണെങ്കിലും ഞാൻ പുരുഷനാണ് എന്ന് നടിക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് സ്ത്രീയെ വിമർശിക്കുന്ന പുരുഷനുണ്ടെങ്കിലും പുരുഷനെ വിമർശിക്കുന്ന സ്ത്രീ ഉണ്ടെങ്കിലും ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഇന്നിവിടുത്തെ സിസ്റ്റം ഉള്ളത്. അതാദ്യം മനസ്സിലായിക്കൊണ്ട് ഈ രണ്ട് സംഭവത്തിനും, ഗർഭപാത്രത്തിനും അതേപോലെ തന്നെ നമ്മുടെ ബീജം ഉണ്ടായി സൂക്ഷിച്ച് ആവശ്യത്തിന് പുറത്തു വരുന്ന ആ ഒരു സംവിധാനമില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും സ്ത്രീകൾ പറയുന്നുണ്ടല്ലോ, എന്താ പറയാ, അതവിടെ തട്ടി ഇതിവിടെ തട്ടി അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം
സ്ത്രീകൾക്ക് കൂടി ഉള്ളതാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്കും കൂടി ഉണ്ടായിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മാനസികമായിട്ട് അതിനെ പറ്റിയിട്ട് ധാരണ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ ചിലർക്കൊക്കെ ദുരനുഭവങ്ങൾ അനവധി ഉണ്ടായിട്ടുമുണ്ട് കേട്ടോ. ദുരനുഭവങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. ഈ ഒരു ആഗോള കടത്തെ പറ്റി പറഞ്ഞില്ല, ആഗോള കടത്തിന് ഉത്തരവാദിയാകും നമ്മൾ ഓരോരുത്തരും സാമൂഹിക വ്യവസ്ഥയിൽ. അപ്പോൾ ഈ ഒഴുക്കമട്ടത്തിൽ തന്നെ അങ്ങനെ പറയാം. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു 1.5 കോടി ജനങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ നിലവിൽ ഓരോ തലയിലും ഒരു 500 രൂപ മാത്രമാണ് കടമെന്നുണ്ടെങ്കിൽ അതിന്ന് 1 ലക്ഷം പേര് ആത്മഹത്യ ചെയ്തോ കൊലപാതകം ചെയ്തോ നമ്മുടെ നാട്ടിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുങ്ങള് പ്രായത്തിലേക്കായി അവര് ജോലി കിട്ടി ടാക്സ് അടയ്ക്കാൻ തുടങ്ങുന്ന ഒരു കാലത്തുമ്പോഴേ അവർ അംഗീകരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 5 ലക്ഷമോ ജനങ്ങൾ ഈ ഒരു 1.5 കോടി ജനങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഏതൊക്കെ മേഖലയിലൂടെ പോയി കഴിഞ്ഞാലും, കൊലപാതകത്തിലൂടെ ആയാലും ശരി, ആത്മഹത്യയിലൂടെ ആയാലും ശരി, അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളില്ലേ, അതായത് 1.5 കോടിയിൽ നിന്ന് ഒരു 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? അത്രയും ജനങ്ങളിലേക്ക് ഈ 5 ലക്ഷം പേര് ശരിയായ രീതിയിൽ സാമൂഹിക നീതി ഈ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തത്തിലൂടെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ശരിയായ രീതിയിൽ അല്ലാത്തതിന്റെ പേരിൽ നാട് നീങ്ങിക്കഴിഞ്ഞാൽ അവര് ശരിയായ രീതിയിൽ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്തിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ജോലി ചെയ്തിട്ടോ അടച്ചു കൊണ്ടിരുന്ന ടാക്സ് കൂടെ ആ ടാക്സിന്റെ കൂടെ ഉത്തരവാദിത്തം ആർക്ക് വരും? ബാക്കിയുള്ളവർക്ക് വരും. ഗവൺമെന്റിലെ വലിയ വലിയ അഗ്രഗണ്യന്മാർ, അതിന് കേന്ദ്ര സർക്കാരായാലും ശരി കേരള സർക്കാർ ആയാലും ശരി, അത് ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ചുമത്തും. ഒരു സംശയം വേണ്ട, ഇന്ന് അത് തന്നെയാണ് നടക്കുന്നത്. അത് അല്ലാതെ നമ്മുടെ ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അങ്ങനെ അവർ ചുമത്തുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കേരളത്തിൽ സുഖത്തോടെ ജീവിക്കുന്നതായാലും ശരി, ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിൽ സുഖത്തോടെ ജീവിക്കുന്നതായാലും ശരി, അവിടങ്ങളിൽ ഉള്ള ആ ഒരു സൗകര്യമില്ലേ, ആവശ്യത്തിന് എണ്ണ, ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ആവശ്യത്തിന് റോഡ് സംവിധാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെ ഗവൺമെന്റിന് പതുക്കെ പതുക്കെ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. ഇന്ന് പല സ്ഥലങ്ങളിലും പല സമയത്തും ഈ പറഞ്ഞ പോലെ വനിതാ ഹെൽപ്പ് ലൈൻ ഉണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും കണ്ടോ, സ്ത്രീകൾക്ക് ഇന്ന് പ്രൊട്ടക്ഷന് വേണ്ടി അനവധി സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു സംവിധാനത്തിൽ തന്നെ പലരും പല വിധത്തിലുള്ള ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത് നിർത്തിയിട്ടോ. ആ ഒരു സിസ്റ്റം നമ്മുടെ ആഗോള കടത്തിന്റെ സിസ്റ്റത്തിന്റെ ബാക്കി ബാലൻസ് ബാക്കിയുള്ളവർ ഏറ്റേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. പിന്നെ അപ്പൊ അത് ഏകദേശം അതിനെപ്പറ്റി മനസ്സിലാക്കിയവൻ, ഈ പറഞ്ഞ പോലെ 5-10 പേരാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയവൻ ശരിക്കും മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക. കാരണം ഇന്നത്തെ ജനസംഖ്യ കുറയും തോറും നമ്മുടെ സംവിധാനങ്ങളുടെ സുഖ സൗകര്യങ്ങൾ കുറയും. പിന്നെ അതല്ല, ആരുമില്ലെങ്കിലും സുഖമായും സൗകര്യമായും ജീവിക്കാനുള്ള എല്ലാ സിസ്റ്റവും അറിയാവുന്നവന് ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം അറിയണം. അതില് വണ്ടി ഓടിക്കണ്ട, ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയോ? കുഴപ്പമില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? കുഴപ്പമില്ല. വസ്ത്രം തയ്ക്കാൻ അറിയോ? കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ സംബന്ധിച്ച് പല പല സംവിധാനങ്ങളും ഇല്ലാതായാൽ അവരെ സംബന്ധിച്ച് അതും സ്വർഗം തന്നെയാണ്. അതല്ല, ഇത്രയും ജനങ്ങളുടെ ഒരു വലിയൊരു പ്രവർത്തനം തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് മാത്രമേ അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് അമിതമായ ഭാരം, പഴയ കാലത്ത് ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ടി വന്നിരുന്ന പെട്രോളിന്റെ വില, ഗ്യാസിന്റെ വില, മറ്റു കാര്യങ്ങളുടെ വില, ഇതൊക്കെ ഇന്ന് വളരെ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ സ്വർണത്തിന്റെ വില പഴയ കാലത്ത്, അതായത് ഒരു 10-20 കൊല്ലം മുന്നത്തെ സ്വർണത്തിന്റെ വിലയല്ല ഇന്നത്തെ സ്വർണത്തിന്റെ വില. ബാക്കിയുള്ള സിസ്റ്റങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് എങ്കിൽ
ഇത് വളരെ നല്ല കാര്യമാണ്. ആത്മഹത്യ നിരക്ക്, കൊലപാതക നിരക്ക് എന്നീ സംഭവങ്ങൾ കുറയ്ക്കാനുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ആരും ചെയ്യണ്ട. എന്താന്ന് വെച്ചാൽ മുന്നോട്ട് പോയിക്കോട്ടെ. അത് അങ്ങനെയുള്ളവരാണെങ്കിൽ എല്ലാവരും വേണം. പൊതുജനങ്ങൾക്ക് ആരോഗ്യം വേണം, പൊതുജനങ്ങൾക്ക് സംവിധാനങ്ങൾ വേണം, പൊതുജനങ്ങൾക്ക് സമ്പത്ത് വേണം എന്ന ഒരു സിസ്റ്റത്തിലൂടെ അത് വേറൊരുള്ളവന് ലഭിക്കുമ്പോഴേ നമുക്കും ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ ആത്മഹത്യ നിരക്കും ഈ പറഞ്ഞ പോലെ കൊലപാതക നിരക്കും കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അതുപോലെ അതിന് വേണ്ടുന്നതായിട്ടുള്ള രീതിയിലുള്ള സഹകരണം. എങ്ങനെ സഹകരിക്കാം? അപ്പൊ വീഡിയോ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. ഒരു ആത്മഹത്യക്കും ഒരു കൊലപാതകത്തിനും ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞില്ലേ, ഞാനടക്കമുള്ള ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞില്ലേ. ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്, സംവിധാനമാണ്. കാരണം ഈ ഒരു കളിയാക്കൽ, സമൂഹ മാധ്യമത്തിലൂടെയുള്ള ഒരു കളിയാക്കൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് നല്ലൊരു ശതമാനം ആളുകളുടെയും വിലയിരുത്തൽ. അതൊരു കാരണം തന്നെ ആയിരിക്കാം. പക്ഷെ അതിന്റെ പിറകിലും വേറെയും പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ കൂടെ ചിന്തിക്കണം. അപ്പൊ ഞാൻ എൻ്റെ പഴയ അന്നത്തെ ആത്മഹത്യാ ശ്രമത്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ ചീത്ത അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഈ ഒരു ശ്രമം നടത്തി. പിന്നെ അന്ന് റിക്കവർ മീൻസ് കഴുത്തിലൊരു പാടുണ്ടായിരുന്നു കേട്ടോ, അരത്തുകീന്നൊക്കെ പേരും വേണിയിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് അച്ഛൻ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണ് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അപ്പം പറഞ്ഞു ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞു. ഗുരുവായൂർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പ്രത്യേകിച്ച് കൂടുതൽ സംഭാഷണങ്ങളൊന്നുമില്ല. അങ്ങനെ യാത്ര ചെയ്യണ്, ഗുരുവായൂർ പോയി. അവര് അമ്മയച്ഛനും സംസാരിക്കുന്നുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ ഇതില്ലല്ലോ. ആ സമയത്ത് എന്താണോ വേണ്ടതൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്. ഇതിനായിട്ട് കണക്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഗുരുവായൂരൊക്കെ എത്തി, തൊഴുത്, വെണ്ണ, പഞ്ചസാര അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അച്ഛൻ ചോദിച്ചടാ, ഈ അത് ചെയ്തത് ഭയങ്കര പ്രശ്നമല്ലായിരുന്ന, അച്ഛനെ പോലീസ് പിടിക്കില്ലായിരുന്ന, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ ആ ഒരു പ്രായത്തിൽ എനിക്ക് അത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ കേട്ടോ. പിന്നെ ഗുരുവായൂരിൽ നിന്ന് റിട്ടേൺ വന്നത് ഏത് ബസ്സിൽ, അത് ഇതൊന്നും ഓർമ്മയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു. ഈ ഒരു ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞത് സാമൂഹിക വ്യവസ്ഥിതിയുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമുള്ള ഉത്തരവാദിത്തമല്ല, ആ വീട്ടിലുള്ളവർക്ക് ഉത്തരവാദിത്തമാണ്, ആ പൊതുജനങ്ങൾക്കുള്ള ഉത്തരവാദിത്തമാണ്. കാരണം എന്താന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട് ആ ഒരു വീടിന്റെ അത്താണി നശിപ്പിച്ചപ്പോൾ നിനക്ക് മതിയായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പലരും കമന്റ് ഇട്ടിട്ടൊക്കെ ഉണ്ട്. എന്തത്താണി? ആരത്താണി? എന്തിനാണ് നമ്മുടെ വളർന്നു വന്ന ഒരു യുവാവിന് ഒരു വീടിന്റെ മുഴുവൻ ഭാരം ചുമക്കാൻ കൊടുക്കുന്നത്? എന്തിനു കൊടുക്കണം? ആവശ്യമുണ്ടോ? സമൂഹമേ നിങ്ങൾ ചിന്തിക്കൂ. ഈ വീഡിയോ കാണുന്ന 5 or 6 പേരുണ്ടെങ്കിൽ ചിന്തിക്കൂ. ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്നോട് പലരും ചോദിച്ചൊരു വിഷയമാണ്, നീ വേണ്ടേ നിന്റെ അമ്മേനെ നോക്കാൻ? നീ വേണ്ടേ നിന്റെ കുടുംബം നോക്കാൻ? 3 മാസത്തിന് മേലെ ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തിട്ട്, ഒരു തരത്തിലുള്ള ഒരു ആത്മഹത്യ തന്നെയാണ് ഇപ്പൊ എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനത്തെ സംഭാഷണങ്ങള് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെങ്ങളുണ്ട്. അപ്പൊ അവളുടെ അടുത്തു നിന്നുള്ള സംഭാഷണങ്ങൾ, പിന്നെ നല്ല എന്താ പറയാ, നല്ല ബുദ്ധിയുള്ള ഒരു ഭാര്യ ഉണ്ട്, അവള് കൊടുത്ത കേസ്, ഇതൊക്കെ കാരണം നമ്മള് ജീവിതത്തിൽ വലിയൊരു പാഠം പഠിച്ചു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടും എന്നിട്ട് ഇറങ്ങിയിട്ടും ഞാൻ പെണ്ണുങ്ങളില്ലാത്ത സ്ഥലത്തേക്കൊന്നല്ല പോയിട്ടുള്ളത്. പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അവിടെയൊക്കെ കാണുന്നുണ്ട്, പല പല കാര്യങ്ങളും കാണുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട്, അടിപിടിയോട് കൂടിയിട്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാം ഒന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും പറഞ്ഞ പോലെ എല്ലാം നടക്കുന്നുണ്ട്. അതൊക്കെയാണല്ലോ നമ്മുടെ ന്യൂസുകളിലൂടെ പലതും അറിയാൻ കഴിയുന്നത്. ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു, ഭർത്താവ് ഇങ്ങനെ വെട്ടിക്കൊന്നു, ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ പരശുരാമൻ മഴുകൊണ്ട് മുറിച്ചുണ്ടാക്കി എന്നൊക്കെ പറയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിലാണ്. കൊച്ചു കേരളം തന്നെ അഗാധമായ വലിയ കേരളം തന്നെയാണ്. ഈ കേരളത്തിൽ ഇത്രയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇന്ന് നടന്നതും അതുമായി താരതമ്യം ചെയ്ത് ഞാൻ ഈ സംസാരിച്ചതിന്റെ ഉത്തരവാദിത്വം എനിക്കും ഉണ്ട്, കാണുന്നവർക്കും ഉണ്ട്, കാണാത്തവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. മാക്സിമം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. 1 or 2 പേര്, അതിനി ഏത് വിധത്തിൽ പ്രാർത്ഥിക്കാൻ അറിയുന്നവരായാലും ശരി,
ഏത് മതത്തിലുള്ളവരായാലും ശരി, സ്ത്രീയും പുരുഷനും വേറിട്ടതല്ല. സംഭവം ഇത് അരമണിക്കൂറായി. അപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്യാം. അത് ഇതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഞാൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെയാ പറയാൻ വിട്ടത് നോക്കട്ടെ. പറയാൻ വിട്ടതൊക്കെ കൂടെ ഒന്നും കൂടെ ഒഴുക്കോട് കൂടിയിട്ട് ഇതേ ഉത്തരവാദിത്തത്തിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും കൂടെ ചെയ്ത് നല്ല ഭംഗിയിൽ സമയത്തിനനുസരിച്ച് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ ആത്മഹത്യയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്.